നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദി അറേബ്യയിൽ പുതിയ കോവിഡ് കേസുകളിൽ വർധനവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 1309 പേർക്ക് പുതുതായി കോവിഡ് ബാധ സ്ഥിരീകരിച്ചു. അതേസമയം രോഗമുക്തരുടെ എണ്ണവും ഉയർന്നിട്ടുണ്ട്. ചികിത്സയിലുള്ളവരിൽ 1022 പേർ സുഖം പ്രാപിച്ചു. രാജ്യത്ത് വിവിധ ഭാഗങ്ങളിലായി 14 മരണങ്ങൾ കോവിഡ് മൂലമാണെന്ന് കണ്ടെത്തി. രാജ്യത്ത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത കോവിഡ് ബാധിതരുടെ എണ്ണം 4,70,723 ഇവരിൽ രോഗമുക്തരുടെ എണ്ണം 4,52,209 ഉയർന്നു. ആകെ മരണസംഖ്യ 7,635. രാജ്യത്ത് നിലവിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 10,879 ഉയർന്നു. ഇതിൽ 1,533 പേരുടെ നില ഗുരുതരമാണ്. UAE-യിൽ 2,267 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചികിത്സയിലായിരുന്ന 2,227 പേർ സുഖം പ്രാപിക്കുകയും 3 പേർ മരണപ്പെടുകയും ചെയ്തു. പുതിയതായി നടത്തിയ 2,43,844 പരിശോധനകളിൽ നിന്നാണ് പുതിയ രോഗികളെ കണ്ടെത്തിയത്. ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം ആകെ 6,06,128 പേർക്ക് UAE-യിൽ കോവിഡ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇവരിൽ 5,87,242 പേർ രോഗമുക്തരാവുകയും 1,741 പേർ മരണപ്പെടുകയും ചെയ്തു. ഒമാനിൽ കഴിഞ്ഞ ദിവസം 2015 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. 35 പേരാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കോവിഡ് കേസുകളുടെ എണ്ണം 2,42,723 ഇവരിൽ 2,13,880 പേരാണ് രോഗമുക്തരായത്. ഇപ്പോൾ 88.1% രോഗമുക്തി നിരക്ക്. 2,626 പേർക്കാണ് കോവിഡ് കാരണം ഒമാനിൽ ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മാത്രം 182 കോവിഡ് രോഗികളെ രാജ്യത്തെ വിവിധ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോവിഡ് വ്യാപനത്തെ തുടർന്ന് നാട്ടിൽ കുടുങ്ങിയ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ആശ്വാസമായി കുവൈറ്റിന്റെ തീരുമാനം. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കോവിഡ് വ്യാപനത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ പ്രവേശന വിലക്ക് നീക്കാൻ ഒരുങ്ങുകയാണ്. വാക്സിൻ സ്വീകരിച്ച കുവൈറ്റ് താമസ വിസയുള്ള വിദേശികൾക്ക് ഓഗസ്റ്റ് 1 മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാൻ അനുമതിയുണ്ട്. ഫൈസർ, ആസ്ട്രസെനക്ക, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ എന്നിവയാണ് കുവൈറ്റ് അംഗീകരിച്ച വാക്സിനുകൾ. ഈ വാക്സിൻ സ്വീകരിച്ചവർക്കാണ് പ്രവേശനാനുമതിയുള്ളത്. വിദേശികളുടെ കാമയും റീ എൻട്രിയും സൗദി അറേബ്യ വീണ്ടും സൗജന്യമായി പുതുക്കി തുടങ്ങിയിട്ടുണ്ട്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വിമാന സർവീസ് ഇല്ലാത്തതിനാൽ തന്നെ നാട്ടിൽ കുടുങ്ങിയ പ്രവാസികൾക്ക് ഏറെ ആശ്വാസമാണ് വിസയും റീ എൻട്രിയും പുതുക്കി നൽകി തുടങ്ങി എന്ന വാർത്ത. ജൂലൈ 31 വരെയാണ് കാലാവധി ദീർഘിപ്പിക്കുന്നത്. മലയാളികളടക്കമുള്ള മിക്ക പ്രവാസികൾക്കും ഇന്നു മുതൽ വിസയും റീ എൻട്രിയും പുതുക്കി ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ സൗദിയിലേക്ക് പ്രവേശന വിലക്കുള്ള രാജ്യങ്ങളിൽ കുടുങ്ങിയ വിദേശികളുടെ കാമയും റീ എൻട്രി വിസയുമാണ് സൗദി അറേബ്യ ദീർഘിപ്പിച്ചു നൽകി തുടങ്ങിയിട്ടുള്ളത്. നാഷണൽ ഇൻഫർമേഷൻ സെന്ററുമായി സഹകരിച്ചാണ് ഇക്കാമയും റീ എൻട്രിയും ദീർഘിപ്പിച്ചു നൽകുന്നത്. കോവിഡ് മരണങ്ങളെ വലിയൊരളവോളം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന സൊട്രോവിമാബ് എന്ന പുതിയ ആന്റിബോഡി മരുന്ന് അബുദാബിയിലെത്തി. ഇതോടെ കോവിഡ് ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ മരുന്ന് ലഭിക്കുന്ന ലോകത്തെ ആദ്യ നാടായി അബുദാബി മാറിയിരിക്കുകയാണ്. ലോകത്താദ്യമായി പുതിയ ചികിത്സയ്ക്ക് കഴിഞ്ഞ മാസം UAE ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അനുമതി നൽകിയിരുന്നു. മരുന്നിന് US ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷന്റെ അനുമതി ലഭിച്ച സാഹചര്യത്തിലായിരുന്നു ഇത്. ഈ വർഷാവസാനം ഖത്തറിൽ നടക്കുന്ന ഫിഫ അറബ് കപ്പിന്റെ സുഗമമായ സംഘാടനത്തിന് വഴിയൊരുക്കുന്നതിന്റെ ഭാഗമായി സംഘാടക സമിതിയായ സുപ്രീം കമ്മിറ്റി ഫോർ ഡെലിവറി ആൻഡ് ലെഗസി വോളണ്ടിയർമാരെ ക്ഷണിക്കുന്നു. സ്വദേശികൾക്കും പ്രവാസികൾക്കും വോളണ്ടിയർ സേവനത്തിന് അവസരമുണ്ടാകും. ഫിഫ ലോകകപ്പിന്റെ റിഹേഴ്സൽ എന്നോണം കൃത്യം 1 വർഷം മുമ്പ് നവംബർ 30 മുതൽ ഡിസംബർ 18 വരെയാണ് ഫിഫ അറബ് കപ്പ് ഖത്തറിൽ നടക്കുന്നത്. അറബ് കപ്പ് ടൂർണമെന്റിന്റെ ഭാഗമാവുന്നതോടൊപ്പം തെരഞ്ഞെടുക്കപ്പെടുന്ന വോളണ്ടിയർമാർക്ക് 2022 ഫിഫ ലോകകപ്പിലേക്ക് കൂടി സന്നദ്ധ പ്രവർത്തകരായി സേവനം ചെയ്യാൻ അവസരം ലഭിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഒമാനിൽ റോഡുകളുടെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ദർസേറ്റിലെ അൽ മുജമ്മ സ്ട്രീറ്റ് ഭാഗികമായി അടച്ചു. ജൂൺ 23 ബുധനാഴ്ച വരെയാണ് മസ്കറ്റ് നഗരസഭ റോഡ് അടച്ചത്. റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ച് മേഖലയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. യാത്രക്കാർ മറ്റു വഴികൾ ഉപയോഗപ്പെടുത്തണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും മസ്കറ്റ് നഗരസഭ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പണികൾക്ക് ശേഷം വ്യാഴാഴ്ച റോഡ് വീണ്ടും തുറന്നു നൽകുമെന്നും നഗരസഭ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. ഖത്തറിൽ ഇന്നു മുതൽ കൂടുതൽ ഇളവുകൾ ലഭ്യമായി തുടങ്ങും. ഘട്ടം ഘട്ടമായി സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായാണ് നടപടികൾ. നാഷണൽ ഹെൽത്ത് സ്ട്രാറ്റജിക് കമ്മിറ്റിയുടെ ശുപാർശ അനുസരിച്ച് പ്രഖ്യാപിച്ച ഇളവുകളാണ് ഇന്നു മുതൽ നിലവിൽ വരിക. ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജനങ്ങൾ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കുകയും കോവിഡ് മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യണമെന്ന് നിർദ്ദേശമുണ്ട്. നിർദ്ദേശിച്ചിരിക്കുന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ കനത്ത ശിക്ഷ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാനുള്ള അൽ ഹുസൻ ആപ്പ് ഗ്രീൻ പാസ് അബുദാബിയിൽ താൽക്കാലികമായി നിർത്തിവെച്ചതായി അധികൃതർ അറിയിച്ചു. ആപ്പിലെ സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുന്നതിനായി പ്രവർത്തിക്കുകയാണെന്ന് നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. ജനങ്ങൾ പ്രതിരോധ മുൻകരുതൽ നടപടി
നടപടികൾ തുടർന്നും പാലിക്കണമെന്ന് അതോറിറ്റി അഭ്യർത്ഥിച്ചു. ഷോപ്പിംഗ് മാളുകൾ, ഗ്രാൻഡ് സൂപ്പർ മാർക്കറ്റുകൾ, റെസ്റ്റോറന്റുകൾ എന്നിവയടക്കമുള്ള പൊതുസ്ഥലങ്ങളിൽ പ്രവേശിക്കാൻ ബുധനാഴ്ച മുതലാണ് ഗ്രീൻ പാസ് നിർബന്ധമാക്കിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.